ഈ ഗെയിം എന്താണെന്നറിയോ നിങ്ങൾക്ക്? അതായത് നമ്മള് കളിക്കാറുണ്ട്, ദം ഷോട്ട്സ് നമ്മൾ കളിക്കാറുണ്ടല്ലോ. അപ്പൊ അതായത് നമ്മൾ ഒരു കാര്യം, സിനിമ പേരോ സിനിമാ പാട്ടോ ഒക്കെ കാണുമ്പോൾ നമ്മൾ അത് അഭിനയിച്ച് കാണിക്കും, ഓപ്പോസിറ്റ് ആള് പറയും. അതാണ് ഈ ഗെയിമിന്റെ റൂള്. പക്ഷെ ഇതിൽ നമ്മൾ സിനിമാ പാട്ടോ സിനിമാ പേരൊന്നുമല്ല, പ്രീതയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ മൊത്തം. ഫുഡാ? ആ ഫുഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓരോന്നിനും നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ ഓരോ പാട്ടിടും, ആ പാട്ടിനനുസരിച്ച് നിങ്ങൾ ദപ്പാങ്കുത്ത് ഡാൻസ് കളിക്കണം. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ആ പണിഷ്മെന്റ് മാത്രം തരരുത് പ്ലീസ്. ചേട്ടൻ ആരാ പറഞ്ഞു അങ്ങനെ ഡാൻസ് കളിച്ച് വരാൻ? ആരാ പറഞ്ഞു? ഒരു കാര്യം, എന്റെ അടുത്ത് ഒരു പുഷപ്പ് എടുക്കാൻ പറ, സിറ്റപ്സ് എടുക്കാൻ പറ, ഇതൊക്കെ ഞാൻ ചെയ്യാം. ആണോ? ഒരു കാര്യം ചെയ്യാം. അതല്ല ചേട്ടാ, ഞാൻ വെറൈറ്റി പറയട്ടെ. പാട്ടിട്ട് തരുമ്പോ ചേട്ടൻ പാട്ടിൽ സിറ്റപ്പ് എടുത്തോളൂ, പാട്ടിൽ പുഷപ്പ് എടുത്തോളൂ. ഡാൻസ് മതിയല്ലോ. ഒടങ്ങി ഒതുങ്ങി നിൽക്കും. ഞാൻ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ എല്ലാം നന്നാവും. ഇളയവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ കഴിക്കും. വെള്ളം കുടിച്ചാലും കഴിക്കും. പക്ഷെ എന്റെ അങ്ങനെയല്ല, എന്റെ നെല്ലിക്ക അങ്ങനെയല്ല. ചേട്ടൻ റെഡി? അപ്പൊ ഞാൻ ആദ്യം ആരെ കളിക്കോ അത് പറ. ചേട്ടൻ കളിക്കോ പ്രീത കളിക്കോ? സാജൻ ചേട്ടൻ. അപ്പൊ പ്രീതയ്ക്ക് ചിലപ്പോ ഈസി ആയിട്ട് പറയാൻ പറ്റും. പ്രീത എപ്പോഴും ഇതിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കും. ഓക്കെ, അപ്പൊ സാജൻ ചേട്ടൻ ഇവിടെ നിൽക്കും. ഇവിടെ നിന്നിട്ട് പ്രീതേനെ കാണിച്ചു കൊടുക്കണം. പ്രീതയാണ് എനാക്ട് ചെയ്ത് സാജൻ ചേട്ടനെ കൊണ്ട് പറയിപ്പിക്കണം. ഓക്കെ യെസ്. അപ്പൊ റെഡി? 1 2 3 ആൻഡ് മ്യൂസിക്. അത് ഞാൻ എല്ലാരും കാണിച്ചു കൊടുക്കട്ടെ. ഓക്കെ. മുന്തിരിങ്ങ, പുട്ട്, പുട്ട്, പയറ്, പപ്പടം, ഒരു കുറ്റി പുട്ട് കുത്തിക്കൂടെ? കടല, പുട്ടും കടലയോ? പുട്ടും കടലയോ? അതെ, അടിപൊളി. പുട്ടും കടല. അപ്പൊ അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തത്. റെഡി? ഡ്രസ്. ഉപ്പ്, പുളി, ഉപ്പ് ഭാഷ, കൊറേ സാധനത്തിൽ കുറച്ച്. ഇഞ്ചി, നാരങ്ങ അച്ചാർ. അങ്ങനെ പറയണ്ടായിരുന്നല്ലോ. ഇനി ഇത് ഹായ്, വളരെ മനോഹരമായ പദാർത്ഥം. എങ്ങനെ പറയൂ? എന്ത് പുളിയല്ല, സ്ക്വയർ ആയിട്ടുള്ള മധുരമാണോ? ബിസ്ക്കറ്റ്, കപ്പലിന് മുട്ടായി. ഞാൻ വിചാരിച്ചത് എന്തായാലും പറയില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ കാണാൻ പാടില്ലല്ലേ? സാജൻ ചേട്ടൻ ഇനാക്ട് ചെയ്ത് പ്രീതയ്ക്ക് കാണിച്ചു കൊടുക്കും. പ്രീത ആൻസർ പറയണം. ഓക്കെ. ഇത് പ്രീത പറയുമായിരിക്കും. പ്ലേറ്റില് അല്ല, റൗണ്ട് സാധനമാണ്. റൗണ്ട് സാധനം. ട്രയാങ്കിൾ ആയിട്ടിരിക്കോ? സമൂസയാണോ? അല്ല, പിസ്സ. അതാണ്. എന്റെ പൊന്നോ, ഒരു മനുഷ്യൻ ഇതെങ്ങനെ പറയും? അതെന്താ സാധനം? തിന്നുന്ന സാധനമല്ല? തിന്നുന്ന സാധനം തന്നെ. ഓക്കെ. ഉണ്ട, മുട്ട കടിക്കുന്നു. മുട്ട ബജി. അല്ലല്ല, മുട്ട ബജിയാണോ? അല്ല, മുട്ടയുടെ വേറെ സാധനമാണോ? മുട്ട വെച്ച് ഉണ്ടാക്കുന്ന സാധനമാണോ? ഓംലെറ്റ്, എണ്ണയാവോ? അല്ല, എന്താ സംഭവം? അതന്നെ. ഇവിടെ മൊത്തം ആവുന്ന സാധനം മുട്ട വെച്ചിട്ട്. റസ്ക് ആണോ? ബിസ്ക്കറ്റ് ആണോ? എന്നെ അറിയില്ല, പ്ലീസ്. നമ്മുടെ പറ്റിന് പപ്സില്ല, നമ്മുടെ ആക്ഷനാ. അടച്ചു വെച്ചേക്കും. പഴംപൊരിയാ? അടച്ചു വെച്ചിട്ട് മുട്ട. ഞാൻ 10 എണ്ണം തീറ്റിക്കുന്നു. അതെ. എത്ര ഇവിടെയൊക്കെ ആവുമെന്ന് പറഞ്ഞപ്പോ മുട്ട വെച്ചിട്ട് ഞാൻ വെച്ച് വളരെ ഈസി ആയിട്ട് അപ്പൊ പറയൂ. ഞാൻ പറഞ്ഞില്ലേ പാടാണെന്ന്. അപ്പൊ എന്നെ പുച്ഛിച്ചു. അങ്ങനെ തന്നെ വേണം നിങ്ങൾക്ക്. ഓക്കെ. എനിക്ക് ഇനി മതിയായിട്ടില്ലല്ലേ സാജേട്ടാ? എന്താ ശിവനെ? തളരരുത്. തളരരുത്. അതെന്താ സാധനം?
2-3 ഒക്കെ ഉണ്ട്. ഇല്ല, കഴിക്കത്തില്ല. ഓ, കഴിക്കാനേ പാടില്ല. അല്ല, കഴിക്കത്തില്ല. ഓക്കെ. 1, 2 മണ്ണപ്പമാണോ? അല്ല, മണ്ണപ്പോ. എന്തിന്റെ കുഞ്ഞാണോ ഇത്? ഇതിങ്ങനെ വെക്കോ? ഓക്കെ. കഴിക്കണ്ട. എനിക്ക് മനസ്സിലാവുന്നില്ല. നഹി നഹി. ഇങ്ങനെ ഷേപ്പിലുള്ള സാധനം. ബ്രെഡ് ആണോ? ബണ്ണാണോ? ഒന്നുമല്ല. വേറെ അതിന് കണക്ട് ചെയ്യാൻ എന്തുണ്ട് അതിന്? 2 വാക്കുണ്ട്. രണ്ടാമത്തെ വാക്ക്. ഓക്കെ. ദോശ. ചപ്പാത്തി. അല്ല, മാവ്. ദോശ. ദോശ. അപ്പം. രണ്ടാമത്തത് അപ്പം. അപ്പൊ ആദ്യത്തത് കിണ്ണത്തപ്പം. അല്ലല്ല. അതല്ല. തുമ്മലപ്പോ. അച്ചിയപ്പോ. അതല്ല, ഇത്രയും പറഞ്ഞിട്ടതല്ല. അച്ചിയപ്പോ ഒന്ന്. അതെന്തോ അച്ചിയപ്പോ. എനിക്ക് വയ്യ, കൊച്ചിനെ കൊല്ലും കേട്ടാ. അപ്പൊ എന്തായാലും പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലായി സാജൻ ചേട്ടൻ വളരെ നിസ്സാര സമയം കൊണ്ടാണ് പടപടയെ ചടപടയെന്ന് പറഞ്ഞ് പുട്ടും കടലയും അതും ഇതൊക്കെ പറഞ്ഞു. പ്രീതയാണെങ്കിൽ പറഞ്ഞു, പക്ഷെ കൊറേ സമയം എടുത്തു. എനിക്ക് മുട്ടപ്പം സഹിച്ചില്ല കേട്ടോ. ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് 5 എണ്ണം വാങ്ങിച്ച് തീറ്റിച്ചിട്ടേ വിടുള്ളൂ. എന്നിട്ട് ഇവിടെ മൊത്തം ആക്കും. അതാണ് നിന്റെ പണിഷ്മെന്റ്, പ്രീതയുടെ പണിഷ്മെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് പ്രീത ഇത്രയും സമയം എടുത്തുകൊണ്ട് നമ്മൾ ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്ന ആള് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം സാജൻ സൂര്യ. ഒരു മ്യൂസിക്.